കഞ്ഞിയും കപ്പയും യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മാംഗോ ഐസ്ക്രീമാണ്. നല്ല ചൂട് കാലമൊക്കെയാണ്, അപ്പോൾ നമുക്ക് നല്ലൊരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിൻ്റെ പാട, പഞ്ചസാര, മാങ്ങ, പഴുത്ത മാങ്ങ, ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വേറെ നമ്മൾ എക്സ്ട്രാ മറ്റൊന്നും ഇതിൽ ചേർക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഐസ്ക്രീമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ പാല് നമുക്കൊന്ന് കുറുക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കത് ചെയ്യാം. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിൽ നമ്മൾ വേറെ എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു മിൽക്ക് മെയ്ഡ് പരുവത്തിലേക്ക് നമ്മൾ ഈ പാലിനെ മാറ്റാനാണ് പോകുന്നത്. ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പാലിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല മിൽക്ക് മെയ്ഡ് പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പഴുത്ത മാങ്ങ മിക്സിയിലിട്ട് അരച്ച് എടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. മാങ്ങ മാത്രം ഇട്ട് നമ്മൾ നന്നായിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലേക്ക് അരച്ച് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന ആ പാലും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ പാടയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ മാങ്ങയിലേക്ക് ചേർക്കാം. ഇനി നന്നായിട്ടിത് നമുക്ക് ഇളക്കി കൊടുക്കാം. മധുരം ഇടയ്ക്ക് ചെക്ക് ചെയ്യാം. മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മധുരം ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊടിച്ചിട്ട് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇവിടെ ഞാൻ പഴയ ഒരു ഐസ്ക്രീം വാങ്ങിയതിൻ്റെ ബോക്സിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് അടച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം.
ഇതിപ്പോൾ 2 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചു. അതിനുശേഷം നമ്മളൊന്ന് എടുക്കുകയാണ്. എടുത്തതിന് ശേഷം ഇത് വീണ്ടും നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വീണ്ടും എടുത്തതാണ്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്നുകൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമുക്ക് ആ ബോക്സിലേക്ക് മാറ്റാം. വീണ്ടും ഇതുപോലെ ഫ്രീസറിലേക്ക് വെക്കാം. ഇത്തവണ നമ്മളിതൊരു മിനിമം 8 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഇത് 8 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ നല്ല മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ മറ്റൊരു ഇൻഗ്രീഡിയൻസും ഇവിടെ ചേർത്തിട്ടില്ല. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.